ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമാകുന്നതിനിടയിൽ അമേരിക്ക ഒരു വമ്പൻ പ്രത്യാക്രമണത്തിന് ഒരുങ്ങുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ടെഹ്റാനിൽ ഉള്ള ആളുകൾ ഒഴിഞ്ഞു പോകണം എന്ന് ട്രംപ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നു. 3,30,000 പേരാണ് ടെഹ്റാൻ നഗരത്തിൽ ഉള്ളത്. ഇതിൽ നിന്ന് തന്നെ ഒരു അമേരിക്ക ടെഹ്റാന് നേരെ അല്ലെങ്കിൽ ഇറാന് നേരെ ഒരു വലിയ ആക്രമണത്തിന് ഒരുങ്ങുന്നു എന്നുള്ള അഭ്യൂഹങ്ങൾക്ക് ശക്തി പകർന്നിരിക്കുന്നു. അതിനിടയിൽ കാനഡയിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ നേരത്തെ തന്നെ അവിടെ നിന്ന് ട്രംപ് മടങ്ങുകയായിരുന്നു. വൈറ്റ് ഹൗസിൽ ഒരു അടിയന്തര യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതിനിടയിൽ ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത്, ഇറാൻ ഒരിക്കലും ആണവായുധങ്ങൾ കൈവശം വെക്കാനോ അത് നിർമ്മിക്കാനോ കഴിയില്ല, ഞങ്ങൾ അത് ഒരിക്കലും അനുവദിക്കുകയുമില്ല, ജനങ്ങളെ അപഹസിക്കരുത് എന്നുകൂടി ട്രംപ് പറയുന്നു. ഒപ്പിടാതെ ഒന്നും നടക്കില്ല എന്നുകൂടി ട്രംപ് പറയുമ്പോൾ ഏതായാലും ഇറാനെ കടുത്ത സമ്മർദ്ദത്തിലേക്ക് ആഴ്ത്താൻ ഇസ്രായേലിനൊപ്പം അമേരിക്ക കൂടി പ്രത്യക്ഷത്തിൽ യുദ്ധരംഗത്തേക്ക് എത്തും എന്ന് തന്നെയാണ് പുറത്തുവരുന്ന സൂചന. അതിനിടയിൽ ഇറാൻ പല ഗൾഫ് രാഷ്ട്രങ്ങളെയും സമീപിച്ച് അമേരിക്കയുമായി ഒരു ചർച്ച നടത്തി എങ്ങനെയെങ്കിലും ഈ ഒരു യുദ്ധം ഒരു വെടിനിർത്തലിലേക്കെങ്കിലും എത്തിക്കാനൊരു ശ്രമമാണ് നടക്കുന്നത്. ഇസ്രായേൽ ആകട്ടെ കനത്ത ആക്രമണമാണ് ഇറാന് നേരെ നടത്തുന്നത്. കഴിഞ്ഞ ദിവസം ഒരിക്കൽ കൂടി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് ഞങ്ങളുടെ ലക്ഷ്യം അയത്തുള്ള ഖൊമേനി തന്നെയാണ് എന്നാണ്. ഏതായാലും അവർ പറയുന്നത് സാധാരണഗതിയിൽ ഇസ്രായേൽ ഒരു കാര്യം മുൻകൂട്ടി പ്രഖ്യാപിക്കുകയാണ് എങ്കിൽ അത് തീർത്തിരിക്കും. അതാണ് അവരുടെ ഒരു രീതി. മുൻകൂട്ടി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണമാണ് അവരുടെ രീതി. ഇന്നലെ അവർ ടെഹ്റാന് ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു, കനത്ത ആക്രമണം ഉണ്ടാകും, ജനങ്ങൾ ഒഴിഞ്ഞു പോകണമെന്ന് പറഞ്ഞു. അതിന് തൊട്ടു പിന്നാലെ വലിയ ആക്രമണം നടക്കുകയും അവരുടെ ദേശീയ ചാനൽ ആസ്ഥാനം തന്നെ തകർക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞ ഈ വാക്കുകൾ എല്ലാവരും വളരെ ഗൗരവത്തോடு തന്നെയാണ് കാണുന്നത്. ഇതിനിടയിൽ ഖമേനി ഒളിത്താവളങ്ങൾ മാറി മാറിപ്പോകുന്നു എന്നുള്ള വാർത്തയുമുണ്ട്. ഖമേനിയെ അവസാനിച്ചാൽ യുദ്ധം അവസാനിക്കും എന്നുള്ള നിലയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തുമ്പോൾ ഏതായാലും ഇനി എന്ത് സംഭവിക്കും എന്നുള്ളത് വരും മണിക്കൂറിൽ നിർണായകമാണ്. ന്യൂസ് ഡെസ്ക്.